2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയും പോവാതെ ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഭയങ്കര ബോറിംഗ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അന്നേരമാണ് അർജുൻ വന്ന് പറഞ്ഞത്, മാമന് ബോർഡിൻ്റെ പുതിയ വർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി എവിടെയും പോകാൻ പറ്റായിരുന്നു. ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ഈ വട്ടം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചേട്ടനും കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോകളൊന്നും തന്നെ ചേട്ടനില്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ വീടിക്കകത്ത് ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് കൊല്ലത്ത് അർജുൻ മാമൻ സ്ഥിരമായിട്ട് ബോർഡ് സംബന്ധമായ വർക്കിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റുകൾ എടുക്കുന്ന ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ പ്രോഡക്റ്റുകളെല്ലാം നോക്കിയപ്പം ഇനിയും കുറച്ച് പ്രോഡക്റ്റും കൂടി അവർ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, കുറച്ച് സമയം കൊല്ലത്തൊക്കെ പോയി ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പം നമ്മളിവിടെ അവരോട് ബാക്കിയെല്ലാം ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചോട്ടാണ് വന്നിരിക്കുന്നത്. നന്ദു അനുവേട്ടത്തെയും ഫസ്റ്റ് ടൈമാണ് കൊല്ലം ബീച്ചോട്ട് വരുന്നത്. നന്ദുവിനെ സംബന്ധിച്ചിട്ടും അവർ തൃശ്ശൂർ ബീച്ചിൽ പോയിട്ടുണ്ട്. അതിന് പുറമെ നന്ദുവിനെ സംബന്ധിച്ച് നന്ദു ആലപ്പുഴ ബീച്ചിലും വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ വേറൊരു ആവശ്യമായിട്ട് പോയപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലും മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കൊല്ലം ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം ബീച്ച് പരിസരത്തൊക്കെ വന്നപ്പോഴത്തേക്കും നന്ദുവിന് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ അതിയായ ആഗ്രഹം കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയുണ്ട്, എനിക്ക് കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ അവളെയും കൊണ്ട് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ ഒരു പരീക്ഷണമായി. നന്ദു പറയുന്നത് കടൽക്കരയിൽ ചോദ്യം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കടൽ തിര വന്നത് മായ്ക്കുമെന്നായിരുന്നു. ശരി, നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിത് പുതിയ അനുഭവം, ഞാൻ കേട്ടിട്ടില്ലത്. അങ്ങനെ ആ ഒരു പരിശ്രമവും പരാജയപ്പെട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഇല്ല വരുമെന്ന്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നു. ഒടുവിലൊരു വലിയ തിര വന്നു, അത് മായ്ച്ചു. അങ്ങനെ അവൾ ഹാപ്പിയായി. ഞാൻ അവളോട് പറഞ്ഞു, കോമൺ ആയിട്ട് എല്ലാവരും എഴുതുന്നത് കടലമ്മ കള്ളി എന്നുള്ള നീ എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ എഴുതി. പക്ഷേ എഴുതുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവൾ എഴുതിയപ്പോൾ അതിനകത്ത് ലായിക്കിച്ച് ദീർഘം കൂടിപ്പോയി, അക്ഷരത്തെറ്റ് വന്നു. പക്ഷേ കാര്യമില്ല, നമ്മുടെ കടലമ്മയ്ക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായതുകൊണ്ട് അവരത് മനസ്സിലാക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ പക്ഷേ അത് എഴുതി വെച്ചപ്പോഴായിരുന്നു അതിൻ്റെ മാജിക് കണ്ട്. എഴുതി വെച്ചു, അപ്പം തന്നെ ഒരു വലിയ തിര വന്ന് അത് മായിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വാടിയിലോട്ടാണ് പോയത്. വാടിയിൽ പോയി നല്ല ഫ്രഷ് മീൻ പോയി വാങ്ങിച്ചു. മീൻ വാങ്ങിച്ച് അവിടെ നിന്നപ്പോഴാണ് കൊല്ലത്ത് ആദ്യമേ നമ്മൾ പോയ ഷോപ്പിൽ നിന്ന് കോൾ വരുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ പോയി സാധനം എടുത്ത് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ചാർജിങ് തീർന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അടുത്തൊരു വീഡിയോയിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന വീഡിയോ ഞാൻ ഇടുന്നത്.